യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം വിശുദ്ധ കുർബാനയിൽ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു ഭാഗമാണല്ലേ ഇത് എൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്നത്. എന്നാൽ ആ തിരുശരീരവും തിരുരക്തവും നാവിലലിയുമ്പോൾ എപ്പോഴെങ്കിലും അത്രയും തീക്ഷ്ണതയോടും ഗൗരവത്തോടും കൂടെ ആയിരുന്നിട്ടുണ്ടോ? എനിക്ക് വേണ്ടി ചിന്തപ്പെട്ടവൻ്റെ, എൻ്റെ പാപത്തിന് പരിഹാരമായവൻ്റെ തിരുശരീരവും തിരുരക്തവുമാണ് എൻ്റെ നാവിലലിയപ്പെടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സഭയും വിശുദ്ധ കുർബാനയും എന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിലൂടെ ഈ ലോകം മുഴുവനോടുമായി പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: സത്യമായും വിശുദ്ധ കുർബാനയിലൂടെ അവിടുന്ന് പ്രകടമാകുന്നത് അവസാനം വരെയുള്ള അവിടുത്തെ സ്നേഹമാണ്, അളക്കാനാവാത്ത സ്നേഹം. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് അവിടുത്തെ ദിവ്യ സ്നേഹത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ്. അപ്പോൾ അവിടുന്ന് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് വെറുതെ പറയുന്നതല്ല, പിന്നെയോ നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്നു, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്നു എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ഇത് ശിഷ്യന്മാരോട് പറയുക മാത്രമല്ല, ഇതിൻ്റെ അർപ്പണ സ്വഭാവം പ്രകടമാകപ്പെടാനിരുന്ന യാഗത്തിൽ കൗദാശികമായി യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. കുർബാന അർപ്പണം ഒരേ സമയം വേർപെടുത്താനാകാത്ത വിധം കുരിശിലെ ബലിയുടെ കൗദാശിക അനുസ്മരണവും അതോടൊപ്പം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിൽ പങ്കാളിത്തം നൽകുന്ന ദിവ്യ വിരുന്നുമാണ്. ഇനി നാം സ്വീകരിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും കുരിശിൽ നമുക്കായി ചിന്തപ്പെട്ട ആ തിരുരക്തത്തിൻ്റെയും നമുക്ക് വേണ്ടി മുറിയപ്പെട്ട തിരു ശരീരത്തിൻ്റെയും ദിവ്യമായ സ്നേഹം തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാം.